കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനയുണ്ടായിരുന്ന ഒരു ആനത്തറവാടായിരുന്നു മംഗലാംകുന്ന്. എന്നാൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ആനകൾ മാത്രമാണ് ഇപ്പോൾ മംഗലാംകുന്നുള്ളത്. അതിൽ തന്നെ ഉമാമഹേശ്വരൻ എന്നൊരാനയെ ഈ കഴിഞ്ഞ സീസണിൽ ഉത്സവങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആനയെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ ഉടമകൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ബാൻ മാറ്റാൻ വേണ്ടി ആനയുടെ ഫിറ്റ്നസ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി പേപ്പറൊക്കെ ആയിട്ട് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല എന്നും ആനയെ പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആനിമൽ സംഘടന ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ഇതേ തുടർന്ന് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരീക്ഷിച്ചപ്പോൾ ആനയെ കേവലം ഒരു സമ്പാദ്യ വസ്തുവായി മാത്രമാണ് ഉടമകൾ കാണുന്നതെന്നും ഉള്ള ഇതാണ് കോടതി നിരീക്ഷിച്ചത്. ആനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് കോടതിക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർ ആ സ്റ്റേ നീട്ടിയിട്ടുണ്ട്. തുമ്പിക്കൈ തളർന്ന ഉമാമഹേശ്വരനെ പൂരച്ചടങ്ങുകളിൽ നിന്നും അണിനിരത്തുന്നതിനെതിരെ ഉള്ള ഹർജിയിൽ ശക്തമായ രീതിയിലാണ് കോടതി പ്രതികരിച്ചത്. ആനയുടെ ക്ഷേമം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വർക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ വെൽഫെയർ എന്നൊരു സംഘടന കൂടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.